ഹമിഷ് ബെനറ്റ് എന്ന കിവി പേസ് ബോളർ 2020 ജനുവരിയിൽ ഹമിഷ് ബെനറ്റിനെ ന്യൂസിലാൻഡ് ഒടുവിൽ തങ്ങളുടെ T20 ടീമിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ അതൊരു വൈകി വന്ന വസന്തമായിരുന്നു അദ്ദേഹത്തിന്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ആദ്യ T20 മത്സരത്തിൽ അന്ന് അരങ്ങേറുമ്പോൾ ഈ ന്യൂസിലാൻഡ് ബോളറുടെ കരിയർ റെക്കോർഡുകൾ കൗതുകമുണർത്തുകയായിരുന്നു. മൊയ്തീനും കാഞ്ചനമാലയും കാത്തിരിപ്പിന്റെ സഫലമാവാത്ത സിനിമ പ്രതീകമാവുമ്പോൾ ബെനറ്റ് അരങ്ങേറിയതിന് 10 വർഷത്തിനു ശേഷം സ്വപ്നം സഫലമായ അനുഭൂതിയായി മാറുകയായിരുന്നു അത്യാവശ്യം അദ്ദേഹത്തിനെങ്കിലും. അന്ന് 32 വയസ്സുകാരനായ ബെനറ്റിനെ പ്രധാന താരങ്ങൾ പരിക്കു കാരണം പരമ്പരയിൽ നിന്നും വിട്ടുനിന്നപ്പോഴാണ് ന്യൂസിലാൻഡ് ടീമിലേക്ക് ഏതാണ്ട് 2 വർഷത്തിനു ശേഷം തിരിച്ചു വിളിക്കുന്നത്. ബെനറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെയും ഒരുപാട് വർഷം നമുക്ക് പുറകോട്ടേക്ക് പോവേണ്ടി വരും. ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസിനൊപ്പമാണ് ബെനറ്റ് 2010 ന്യൂസിലാൻഡിനായി അരങ്ങേറുന്നത്. 2011 ലോകകപ്പിലും ഹമിഷ് ബെനറ്റ് ന്യൂസിലാൻഡിന്റെ പ്രധാനപ്പെട്ട ആയുധമായിരുന്നു. ഷെയ്ൻ ബോണ്ടിന്റേത് സമാനമായുള്ള ആ ഒരു ആക്ഷൻ. അന്ന് കെനിയക്കെതിരെ ആ ലോകകപ്പിൽ 4 വിക്കറ്റ് എടുത്ത് ടീമിനെ വിജയിപ്പിക്കുകയും മാൻ ഓഫ് ദി മാച്ച് പട്ടം നേടുകയും ചെയ്തിരുന്നു അദ്ദേഹം 2011 13 വർഷങ്ങൾക്ക് മുമ്പ്. 2014 ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ചും വിരാട് കോഹ്ലിക്കെതിരെ ബെനറ്റിന്റെ റെക്കോർഡുകൾ ക്രിക്കറ്റ് ലോകം ശ്രദ്ധിച്ചിരുന്നു. ആ ഏകദിന പരമ്പരയിലെ 4ാം മത്സരത്തിൽ കോഹ്ലിക്ക് ബെനറ്റിനെതിരെ നേടാൻ കഴിഞ്ഞത് അന്ന് 16 പന്തുകളിൽ നിന്നായി 1 റൺസ് മാത്രമായിരുന്നു. അതും വിരാട് കോഹ്ലി ഉജ്ജ്വല ഫോമിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴായിരുന്നു ഹമിഷ് ബെനറ്റിന്റെ ഈ ഞെരിപ്പൻ പെർഫോമൻസ്. സ്റ്റുവർട്ട് ബ്രോഡിനും ജെയിംസ് ആൻഡേഴ്സനും മുമ്പേ വിരാട് കോഹ്ലിയെ വിക്കറ്റിന് വെളിയിൽ ഓഫ് സ്റ്റമ്പിന് അപ്പുറം എറിഞ്ഞ് കുരുക്കാമെന്ന് ലോകത്തിന് അന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഹമിഷ് ബെനറ്റ്. അന്ന് കോഹ്ലിയെ കുടുക്കിയത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയായിരുന്നു. ആദ്യം 3 മത്സരത്തിലും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചത് കോഹ്ലിയായിരുന്നു. ഫോർ സ്റ്റമ്പിലേക്ക് സ്ഥിരമായി എറിഞ്ഞ് കോഹ്ലിയെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു അന്ന് ഞങ്ങളുടെ ലക്ഷ്യം. ഭാഗ്യത്തിനത് എൻ്റെ ദിവസമായിരുന്നു. പക്ഷേ ഇനി എപ്പോഴെങ്കിലും വിരാട് തന്നോട് പകരം ചോദിക്കുമായിരിക്കും എന്നാണ് പിന്നീടൊരിക്കൽ ആ ഒരു 2014 ഏകദിന മത്സരത്തെക്കുറിച്ച് ഹമിഷ് ബെനറ്റ് മനസ്സ് തുറന്നത്. പിന്നീട് അതിനുശേഷം പരിക്കുകളുടെ ലോകത്തായിരുന്നു ബെനറ്റിന് സ്ഥാനം. ടീമിലെ സ്ഥാനവും അതോടെ നഷ്ടപ്പെടുകയുണ്ടായി. വർഷങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. ഏകദിനങ്ങളിലും ടെസ്റ്റിലും ബെനറ്റ് തന്റെ ബോളിംഗ് മികവ് പുറത്തെടുത്തിരുന്നെങ്കിലും T20 ആദ്യമായിട്ടാണ് അന്ന് ഇന്ത്യക്കെതിരെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങിയത്. ന്യൂസിലാൻഡിലെ ആഭ്യന്തര T20 മത്സരങ്ങളിലെ മിന്നും ഫോമായിരുന്നു ബെനറ്റിന് വൈകി ടീമിലേക്കൊരു വിളി ഒരുക്കിയത്. എങ്കിലും ഇന്ത്യ 6 വിക്കറ്റിന് വിജയിച്ച ആ മത്സരത്തിൽ 4 ഓവറിൽ 36 റൺസ് വഴങ്ങിയ ബെനറ്റിന് വിക്കറ്റൊന്നും ലഭിച്ചുമില്ല. ഹമിഷ് ബെനറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2022 അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. 17 വർഷം നീണ്ട പ്രൊഫഷണൽ കരിയറിന് തന്റെ 35ാം വയസ്സിലാണ് അദ്ദേഹം വിരാമം വിട്ടത്. കിവീസിന്റെ കുപ്പായത്തിൽ ആകെ അദ്ദേഹം നേടിയത് 3 ഫോർമാറ്റിലുമായി 31 മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള ആളാണ് ഹമിഷ് ബെനറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പരിക്കാണ് പക്ഷേ അദ്ദേഹത്തെ ഇത്രത്തോളം പ്രതിസന്ധിയിലാക്കിയത്. ന്യൂസിലാൻഡിനായി 1 ടെസ്റ്റും 19 ഏകദിനങ്ങളിലും 11 T20കളിലും കളിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്. 2011 ലോകകപ്പിലെ പ്രധാന താരമായിരുന്നെങ്കിലും പിന്നീട് പരിക്കിനെ തുടർന്ന് പുറത്താവുകയായിരുന്നു. 2005 മുതൽ 265 ആഭ്യന്തര മത്സരങ്ങളിൽ 489 വിക്കറ്റുകൾ അദ്ദേഹം ആഭ്യന്തര മത്സരങ്ങളിൽ സ്വന്തമാക്കിയിട്ടുണ്ട്.